ജിതിൻ രാജ് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന പേരിൽ ചില ദളിത് സംഘടനകൾ ഹർത്താലിന്റെ മറവിൽ അഴിച്ചുവിട്ട അക്രമങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്നു മാത്രമല്ല, ഇനി ഇത് ആവർത്തിക്കരുത്. മുളയിലെ നുള്ളണം, ഇല്ലെങ്കിൽ ഈ സമൂഹത്തിനു തന്നെ ആപത്താണിത്. തെരഞ്ഞെടുപ്പ്, വിദ്യാഭ്യാസം, സർക്കാർ ജോലി, അങ്ങനെ ഏത് മേഖലയിലും സംവരണം കൈപ്പറ്റുന്നവരാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ എന്നു മാത്രമല്ല, SC/ST അട്രോസിറ്റീസ് ആക്ട് അഥവാ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിൻ്റെ ആനുകൂല്യവും ഇവർക്കുണ്ട്. ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി പട്ടികജാതിയിൽപ്പെട്ടവർക്കുള്ള സംവരണം നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടക്കമുള്ള രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടാണ് സംവരണം തീരുമാനിച്ചിരിക്കുന്നത്. പാർലമെന്റിലും നിയമസഭയിലും ആകെയുള്ള സീറ്റുകളിൽ 24% സീറ്റുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. 84 സീറ്റുകൾ പട്ടികജാതിക്കാർക്കും 47 സീറ്റുകൾ പട്ടികവർഗക്കാർക്കും ലോക്സഭയിൽ സംവരണം ചെയ്തിട്ടുണ്ട്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സീറ്റുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടാണ് സംവരണം ചെയ്തിട്ടുള്ളത്. സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിൽ 50%വും ആ വിഭാഗത്തിലെ സ്ത്രീകൾക്കായിരിക്കണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. ഈ സംവരണ വ്യവസ്ഥകൾ ഓരോ 10 വർഷം കൂടുമ്പോഴും പുതുക്കുകയും വേണം. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരുടെ ക്ഷേമത്തിനായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷനുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതരായ യുവതീ യുവാക്കൾക്ക് സ്വയം തൊഴിൽ തുടങ്ങാനായി 6% പലിശ നിരക്കിൽ 3 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നുണ്ട്. 5 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹാവശ്യത്തിനായി 6% പലിശ നിരക്കിൽ 2.5 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതരായ യുവതീ യുവാക്കൾക്ക് ഓട്ടോറിക്ഷ, ടാക്സി, കാർ, ഗുഡ്സ് കാരിയർ തുടങ്ങിയ കൊമേഴ്സ്യൽ വാഹനങ്ങൾ വാങ്ങുന്നതിനായി 6% മുതൽ 8% വരെ പലിശ നിരക്കിൽ 10 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 2 ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പ കൊടുക്കുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കാർ വാങ്ങാനായി 8% പലിശ നിരക്കിൽ 7 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നുണ്ട്. ഇരുചക്ര വാഹനം വാങ്ങാനായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 1 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിനായി 6% പലിശ നിരക്കിൽ കേരളത്തിനകത്താണെങ്കിൽ 2 ലക്ഷം രൂപയും കേരളത്തിന് പുറത്താണെങ്കിൽ 4 ലക്ഷം രൂപയും വായ്പ കൊടുക്കുന്നുണ്ട്. പട്ടികജാതിയിൽപ്പെട്ട പെട്രോളിയം ഡീലർമാർക്ക് പ്രവർത്തന മൂലധന വായ്പയായി 7.5 ലക്ഷം രൂപയും വായ്പ നൽകുന്നുണ്ട്. 4% പലിശയേ ഉള്ളൂ. 8 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. വീട് പുതുക്കി പണിയുന്നതിന് 6% പലിശ നിരക്കിൽ 5 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 7% പലിശ നിരക്കിൽ 5 ലക്ഷം രൂപ വരെ വീട് പുതുക്കി പണിയുന്നതിന് വായ്പ കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 6 മുതൽ 7% വരെ പലിശ നിരക്കിൽ 10 ലക്ഷം രൂപ വരെ ഭവന വായ്പ നൽകുന്നുണ്ട്. ഈ വിഭാഗങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഭവന നിർമ്മാണത്തിനായി 10 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നുണ്ട്. സംരംഭകർക്ക് തൊഴിൽ തുടങ്ങുന്നതിനായി 50 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്. പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്ക്, അതായത് ആയുർവേദ, അലോപ്പതി, ഹോമിയോ ഡോക്ടർമാർക്കും അഡ്വക്കേറ്റുമാർക്കുമൊക്കെ പ്രാക്ടീസ് തുടങ്ങുന്നതിനായി 5 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ തേടി പോകാനായി പട്ടികജാതിക്കാർക്ക് 2 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷനും കേരള അക്കാദമി ഓഫ് സ്കിൽസ് എക്സലൻസുമായി ചേർന്ന പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ സംരംഭകരെ വാർത്തെടുക്കാനായി 50 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നുണ്ട്. ഈ വിഭാഗങ്ങളിൽപ്പെട്ട വിദേശത്തു നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയവർക്ക് പുനരധിവാസത്തിനായി 20 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നുണ്ട്. ഇതിൽ 15% നോർക്ക റൂട്ട്സ് സബ്സിഡിയായി കൊടുക്കുന്നുമുണ്ട്. കുടുംബശ്രീയുമായി ചേർന്ന് ഈ വിഭാഗത്തിൽപ്പെട്ട അയൽക്കൂട്ടങ്ങളിൽ 10 പേർ ഉൾപ്പെട്ട ഒരു സംഘത്തിന് 3 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്. ഇതിൽ 1 ലക്ഷം രൂപ സബ്സിഡിയാണ്. 5% പലിശയേ ഉള്ളൂ. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ രജിസ്റ്റർ ചെയ്ത് ലൈസൻസ് നേടിയ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ഗവൺമെൻറ് കോൺട്രാക്ടർമാർക്ക് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തു നടത്താനായി 50 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നുണ്ട്. പട്ടികജാതിയിൽപ്പെട്ട ഭൂരഹിതരായ കർഷക തൊഴിലാളികളെ ഭൂ ഉടമകളാക്കുന്നതിനായി കുറഞ്ഞത് 30 സെന്റ് കൃഷിഭൂമി വാങ്ങുന്നതിന് 5 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്. ഇതിൽ 50,000 രൂപ സബ്സിഡിയാണ്. പട്ടികജാതിയിൽപ്പെട്ട തൊഴിലില്ലാത്ത യുവതീ യുവാക്കൾക്ക് സ്വയം തൊഴിൽ തുടങ്ങുന്നതിനായി 50,000 രൂപയുടെ മൈക്രോ ക്രെഡിറ്റ് ഫിനാൻസ് പദ്ധതിയുണ്ട്.
പട്ടികജാതിയിൽപ്പെട്ട യുവതികൾക്ക് സ്വയം തൊഴിൽ തുടങ്ങുന്നതിനായി 4% പലിശ നിരക്കിൽ 50,000 രൂപ നൽകുന്ന മഹിളാ സമൃദ്ധി യോജന പദ്ധതിയുണ്ട്. ലഘു വ്യവസായ യോജന സ്കീം എന്ന പേരിൽ സ്വയം തൊഴിൽ തുടങ്ങാനായി 4 ലക്ഷം രൂപയുടെ വായ്പയുണ്ട്. പട്ടികവർഗക്കാരായ തൊഴിലില്ലാത്ത യുവതികൾക്ക് തൊഴിൽ തുടങ്ങാനായി ആദിവാസി മഹിളാ ശാക്തീകരണ യോജന സ്കീം എന്ന പേരിൽ 50,000 രൂപ വായ്പ നൽകുന്നുണ്ട്. പട്ടികവർഗത്തിൽപ്പെട്ട തൊഴിലില്ലാത്ത യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ തുടങ്ങാനായി 3 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ട്രൈബൽ എന്റർപ്രണർ സ്കീം എന്ന പദ്ധതിയുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും നേടിയ പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് വാഹനം വാങ്ങാനായി 2,30,000 രൂപ വായ്പ നൽകുന്ന ട്രാൻസ്പോർട്ട് സ്കീം എന്ന പദ്ധതിയുണ്ട്. ഇത്രയും ആനുകൂല്യങ്ങൾ സർക്കാർ നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ജോലിക്ക് പട്ടികജാതിക്കാർക്ക് 15% സംവരണവും പട്ടികവർഗക്കാർക്ക് 7.5% സംവരണവുമുണ്ട്. സംസ്ഥാന സർക്കാരിൽ സർക്കാർ ജോലിക്ക് പട്ടികജാതിക്കാർക്ക് 8%, പട്ടികവർഗക്കാർക്ക് 2% സംവരണമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിൽ പട്ടികജാതിക്കാർക്ക് 15%, പട്ടികവർഗക്കാർക്ക് 7.5% സംവരണം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടാതെയാണ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം. ഈ നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. ഇത്രയും ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടാണ് ദളിതനാണ്, അടിച്ചമർത്തുന്നു, ബ്രാഹ്മണ മേധാവിത്വം, സവർണ മേധാവിത്വം എന്നൊക്കെ അലമുറയിടുന്നത്. ജിതിൻ രാജിന്റെ പേരിൽ നടത്തിയ ഹർത്താലിലൂടെ ഇവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഒരു ഹിഡൻ അജണ്ടയാണ്. അത് അടിച്ചമർത്തുക തന്നെ വേണം. ജാതി അടിസ്ഥാനത്തിൽ പ്രതിഷേധിക്കാൻ പോയാൽ 365 ദിവസവും പണിമുടക്കും ഹർത്താലുമൊക്കെ ആയിരിക്കും കേരളത്തിൽ. ശ്യാംകുമാറിനെയും സണ്ണി കപിക്കാടിനെയും പോലെയുള്ളവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം. ഒരു ജോലിക്കും കൂലിക്കും പോകാതെ ഓരോ ദിവസവും നേരം വെളുത്തെഴുന്നേറ്റ് സവർണൻ, ബ്രാഹ്മണൻ, അടിച്ചമർത്തുന്നു, ദളിത് പീഡനം എന്നൊക്കെ പറയണമെങ്കിൽ കൂലി നന്നായി കിട്ടുന്നുണ്ടായിരിക്കണം. ഈ ചെയ്യുന്നതിൻ്റെയും കാണിക്കുന്നതിൻ്റെയും ഒക്കെ ദോഷം അവർക്ക് തന്നെയാണെന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിയാൽ അവർക്കു തന്നെ നല്ലത്.